തദ്ദേശത്തിൽ യുഡിഎഫിനുണ്ടായ മുന്നേറ്റം നിയമസഭയിൽ ആവർത്തിക്കാതിരിക്കാൻ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് സിപിഎം. എൻഎസ്എസ് എസ്എൻഡിപി ഐക്യപ്രഖ്യാപനം അനുകൂലമാക്കിയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പുതിയ തന്ത്രം. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എ കെ ബാലൻ തുടങ്ങിവെച്ച വിവാദത്തിൽ കോൺഗ്രസ് പെട്ടതോടെ മൂന്നാം ഭരണം എന്ന സ്വപ്നത്തിലാണ് ഇപ്പോൾ സിപിഎം. എ കെ സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ കുറേ നാളുകളായി സിപിഎം കോൺഗ്രസിനെതിരെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണമാണ് കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും എസ്ഡിപിയുമായിട്ടുള്ള ബന്ധം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ആവർത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി മറികടക്കാനും സിപിഎം ഇതേ ആരോപണം തന്നെ ഉയർത്തി. എന്നാൽ എ കെ ബാലൻ അത് ഒന്നുകൂടി കടത്തി ഒരു തീവ്ര സ്വഭാവത്തിൽ അവതരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുമെന്നുള്ളതായിരുന്നു ആ പ്രതികരണം. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഒന്നും തന്നെ അംഗീകരിച്ചില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് എ കെ ബാലനോട് യോജിപ്പ് പ്രകടിപ്പിച്ചതോടുകൂടിയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മലക്കമറിഞ്ഞത്. പാർട്ടിയും ബാലനോടൊപ്പം ചേർന്നതോടുകൂടി ഇതേ നിലപാട് വീണ്ടും ആവർത്തിക്കും, അല്ലെങ്കിൽ ഇനിയും മാറാടും തലശ്ശേരിയും അടക്കമുള്ള കാര്യങ്ങൾ ചരിത്രങ്ങൾ പറയുമെന്നാണ് എ കെ ബാലൻ ആവർത്തിക്കുന്നത്. വർഗീയ ശക്തികളുടെ സഹായത്തോടുകൂടി ആരധികാരത്തിൽ വന്നാലും അവരുടെ സ്വാധീനം ഉണ്ടാവും. ജമാഅത്തയുടെ സഹായത്തോടുകൂടി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഭരണത്തിൽ പൊതുവിൽ സ്വാധീനിക്കാൻ ജമാഅത്തേക്ക് സാധിക്കും. മാത്രവുമല്ല, ജമാഅത്തെ ആഭ്യന്തരത്തിലും സ്വാധീനിക്കും. എന്നാൽ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ വന്നതിനു ശേഷവും TP രാമകൃഷ്ണൻ എ കെ ബാലനെ തള്ളുന്ന ഒരു നിലപാട് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചു. കോൺഗ്രസ് UDF അധികാരത്തിൽ വരില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കില്ല എന്നും ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ബാലൻ പറഞ്ഞതിനോട് അദ്ദേഹത്തിനോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അതിലുള്ള അതൃപ്തിയും ബാലൻ പരസ്യമാക്കുന്നുണ്ട്. പാർട്ടിയുടെ നയമെന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമെന്താണ്, ആ നയത്തിനെതിരായി ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തിന്റെ ഭാഗമായി പിന്നീട് ഒരാൾക്കും സംശയത്തിനിടയില്ലല്ലോ. ബാലൻ തുടങ്ങിവെച്ച ആ ഒരു വിവാദം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് സമീപകാലത്തൊന്നും തന്നെ കേരളം കാണാത്ത തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കാണ്. ഒരു കോൺസെൻസസ് ആ രണ്ട് സംഘടനകളും രണ്ട് നേതാക്കളും തമ്മിലുണ്ടായാൽ കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവരണത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുക. SNDPയും NSSും CPMും എല്ലാം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് VD സതീശനെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ SNDPയെയും NSSനെയും തള്ളിപ്പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് കരുതലോടുകൂടി കോൺഗ്രസ് നേതൃത്വവും നീങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ അടിപതറിയുന്ന CPM LDF നേതൃത്വത്തിന് പ്രതിരോധമായാണ് യഥാർത്ഥത്തിൽ എ കെ ബാലൻ ഈ പ്രതികരണങ്ങളെല്ലാം ആദ്യം മുതൽ തന്നെ നടത്തിയത്. അതിപ്പോൾ ഏതായാലും നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഇനി കോൺഗ്രസ് ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എ കെ സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.